വെൽക്കം ബാക്ക് ടു അസൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. യെസ്, നമ്മുടെ എക്സാമും അടുത്തിട്ടുണ്ട്. അപ്പോൾ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മിസ്സോട് പറയാൻ പോകുന്നത്. നമുക്കറിയാം, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഹെൽപ്സ് ടു മൂവ് പീപ്പിൾ ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അതർ പ്ലേസ്. നമുക്ക് എന്താണ്, ജനങ്ങളെയോ ചരക്കുകളെയോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കണമെന്ന് നമ്മളെ എന്ത് സഹായിക്കുന്നുണ്ട്? യെസ്, ട്രാൻസ്പോർട്ടേഷൻ സഹായിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ? ഏതൊക്കെയാണ് ഗതാഗത മാർഗങ്ങൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? യെസ്, നമുക്കറിയാം 3 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? ലാൻഡ് ട്രാൻസ്പോർട്ട്, കരഗതാഗതം; വാട്ടർ ട്രാൻസ്പോർട്ട്, ജലഗതാഗതം; ആൻഡ് എയർ ട്രാൻസ്പോർട്ട്, വ്യോമഗതാഗതം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. ബി ക്വസ്റ്റ്യൻ ഇതാ, റൈറ്റ് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്. നമ്മുടെ റോഡ് ഗതാഗതത്തിന്റെ മേന്മകൾ എന്തൊക്കെയാണെന്നുള്ളൊരു ചോദ്യം വരെയാണ്. നമുക്കറിയാം എന്താണ്, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിലെ 3 എണ്ണത്തിൽ ലാൻഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്, എയർ ട്രാൻസ്പോർട്ട്. അതിൽ ലാൻഡ് ട്രാൻസ്പോർട്ടുള്ള ഒന്നാണ് റോഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. റോഡ് ഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തെല്ലാമാണ്? ഓക്കെ, താരതമ്യേന ചിലവ് കുറവാണല്ലേ, റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് ആണ്, ദെൻ ആക്സസിബിൾ ടു ഓൾ സെക്ഷൻ ഓഫ് പീപ്പിൾ, എല്ലാ ജനവിഭാഗത്തിൽ നിന്നാണ് ലഭ്യമാവുന്നുണ്ട്. ബസ് സ്യൂട്ടഡ് ഫോർ ഷോർട്ട് ട്രിപ്സ്, കുഞ്ഞു ചെറിയ യാത്രകൾക്ക് അനുയോജ്യമാണ്. ദെൻ നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഫസ്റ്റ് റെയിൽ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ ട്രാൻസ്പോർട്ട് എവിടെയായിരുന്നു? യെസ്, എവിടെയായിരുന്നു മക്കളെ? എവിടെയായിരുന്നു അത്? നമുക്കറിയാം, മുംബൈയിലായിരുന്നു അല്ലേ, മുംബൈയിലായിരുന്നു. എവിടെയാണ്? മുംബൈ, നമ്മുടെ മുംബൈയിലായിരുന്നു. പണ്ടത്തെ ബോംബെ, ഇപ്പോഴത്തെ മുംബൈയിലായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മക്കൾ പഠിക്കാതെ പോകരുത്. ഇതുപോലത്തെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനി വരുന്നതായിരിക്കും. ബൈ.